അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതിന്റെ ഷെയർ എനിക്ക് വേണം. ഷെയറാ? എനിക്ക് അവകാശപ്പെട്ടത് പോലെ 1 സെന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇനി ഷെയർ സ്വത്തം വീതമൊന്നും അല്ല. സ്വർണ്ണപ്പല്ലില്ലേ, സ്വർണ്ണപ്പല്ല്, അതിന്റെ പപ്പാതി. ഓ അങ്ങനെയാണ്. സ്വർണ്ണപ്പല്ല് അച്ഛമ്മ എവിടെ എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുക? കിടന്നുള്ളാ ഡീല് 50-50. എനിക്ക് 50, അച്ഛന് 50. കാര്യം കഴിഞ്ഞ് ഞാൻ പൊക്കോണം. എന്നാ പിന്നെ പകുതി ആക്കുന്നില്ലടാ. മറ്റേ ചിത്രം സിനിമയിൽ ഒരു തടിയം വന്ന് ചോദിക്കുമ്പോഴേ മോഹൻലാൽ മുഴുവൻ കൊടുക്കത്തില്ലേ, അതുപോലെ എനിക്ക് കിട്ടിയ മുഴുവൻ നിനക്ക് തരാം. ഷെയർ ആക്കുന്നില്ല. ഷെയർ ആക്കുന്നില്ല. മൊട്ടേന്ന് വിരിച്ചിട്ടില്ല, ഷെയർ ചോദിച്ചോണ്ട് വന്നിരിക്കും. എടാ വേണുകൂട്ടാ, ആ സഞ്ജു ഒന്ന് ഒളിഞ്ഞെല്ലാം കേട്ടറാ. അതല്ല ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തത്. ആ എന്തേലും ചെയ്യണം. ആ വണ്ടി വിറ്റേ പറ്റുള്ളൂ. ആ ശരി ശരി ശരി. Willy White toothpaste. മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് Willy White toothpaste. എന്തോ അഭിനയം അച്ഛാ, എന്നെ എന്തിനിങ്ങനെ പറ്റിക്കുന്നിട്ടുണ്ട്? എന്തോന്ന് അഭിനയം എവിടെ? ഈ ഐഡിയ ഫുള്ള് പറഞ്ഞു തന്ന ഞാൻ, അതും അച്ഛമ്മ ഒറ്റാൻ വേണ്ടി ഞാൻ അച്ഛൻ്റെ കൂടെ കൂട്ടും. അവിടെ ലാസ്റ്റ് എനിക്കൊന്നുമില്ല, ഫുള്ള് വേണമെങ്കിൽ കൊണ്ട് കൊടുത്തു എപ്പോഴും. അവിടെ പുള്ളിയെ കൊണ്ട് വല്ല ഗുണമുണ്ടോ അതുമില്ല. വന്ന് ഐഡിയ ഇതുവരെ വർക്കൗട്ട് ആയിട്ടില്ല. അച്ഛനെ എന്നോട്ട് കാണാൻ തുടങ്ങിയത് ഇങ്ങനെ നുണ എന്നോട് പറയാതെ. എടാ ഐഡിയ വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്തോ അഭിനയം, എന്തോ അഭിനയം. എന്റെ അടുത്ത് ഇങ്ങനെ കളത്തരം കാണിക്കല്ലേ. നിനക്ക് അച്ഛനെ വിശ്വാസം ഇല്ലേടേ? ഇല്ല. അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ വേണമെങ്കിൽ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എടാ കച്ചവടം അടിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. കച്ചവടമല്ല, നിൽക്കാനും പല്ല് കൊണ്ട് അങ്ങനെ വിറ്റ് കാണും. കൈ കെട്ടിയിട്ടില്ലടേ. എന്നാ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു 30% എനിക്ക് ഒതിയാൻ പോകണം. നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം. ആദ്യം നീ ആ പല്ല് അടിച്ചു മാറ്റി തരാവോ? പിന്നെ അഭിനയാണെങ്കിൽ എനിക്ക് ഈ സത്യങ്ങളെല്ലാം അച്ഛമ്മയോട് വിളിച്ച് പറയേണ്ടി വരും. എന്നെ അത് ആ ഒരു ലെവലിൽ എന്നെ എത്തിക്കരുത് പ്ലീസ്. നീ വന്നേ. പല്ല് അടിച്ചു മാറ്റി തരുമെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഞാൻ 30% തരും. പിന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് വിൽക്കൂന്ന് എനിക്കറിയാം, ഉറപ്പാ. കൈ കിട്ടിയിട്ടില്ല. പിന്നെ ഈ പ്ലാനൊക്കെ എന്തിനാ ഇട്ടാൻ? അടിച്ച് കിട്ടണ്ടേ കയ്യില്? നമ്മൾ ഒരുമിച്ച് നീങ്ങുന്നു. അയ്യ ഇനിയുണ്ട്, ഇനി വേണമെങ്കിലെ കൊണ്ട് നീങ്ങിയാൽ മതി. എടേ ഇത് അടിച്ചു മാറ്റാൻ നീ എന്റെ കൂടെ നിൽക്കുന്നു. വാക്കാണോ? വാക്കാണോ? വാക്കിന്റെ ഒന്നും അല്ല, പ്ലാൻ ഫ്ലോപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഫ്ലോപ്പായ പ്ലാനിലൊന്നും സപ്പോർട്ട് ചെയ്യാറില്ല. ഒരൊറ്റ പ്രാവശ്യമാണ് നമ്മൾ ശ്രമിക്കുന്നു. വാക്കാണെങ്കിൽ വാക്കൈ വിടും. എന്നാ ഇനി ആ വേണമെങ്കിലെ വിളിക്കാൻ പറ്റൂല. ആ നീ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ടേ വിളിക്കുള്ളൂ. വേണമെങ്കിൽ ഒരാലോചനയില്ല, വേണമെങ്കിലെ വിളിക്കുമെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് ഞാൻ സ്ഥലം പെടും. ഇങ്ങനെ വന്നേ. എന്റെ കൈമനക്കെടുത്തിക്കരുത്. മര്യാദയ്ക്ക് കൂടെ നിന്നോണം, കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോണം. വേണമെങ്കിലില്ലെങ്കിൽ സഞ്ജു കൂടെ നിൽക്കും, ഉറപ്പാണ്. ഇപ്പൊ കൈ തിരിച്ചു അടിച്ച് മാറ്റുന്നവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. കൈവിട്. വേണമെങ്കിലില്ലെങ്കിൽ സഞ്ജു കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. നിനക്ക് 30% വേണോ? 30 അല്ല 50 വേണം. ഒരു ഒറ്റ ചവിട്ടുകൂടെ വെച്ചിരുന്നു. മര്യാദക്കാണ് 30. ഡീൽ. മതി. ബാ.